Hi dears, I am Divya. Welcome to my YouTube channel. ഇങ്ങനെയൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ സൗണ്ടെല്ലാം പോയിരിക്കുക. കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ ഒരു സുഖക്കുറവ് കാണും, കാരണം പനി വന്ന് സൗണ്ടെല്ലാം പോയിരിക്കുവാണ് എൻ്റെ. എന്നാലും വീഡിയോയ്ക്കോ വോയിസ് ഓവർ കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഈ സൗണ്ടിൽ തന്നെ കൊടുക്കുവാണ്. എന്നോട് ക്ഷമിച്ചേക്കണേ. രാവിലെ കടല വെള്ളത്തിൽ ഇട്ടതേ അതടുപ്പത്തോട്ട് വയ്ക്കുമായിരുന്നു ഞാൻ. പനിയായിട്ട് കിടക്കുവാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കുക്കറിലോട്ടാക്കി വേവിക്കാനായിട്ട് വയ്ക്കാൻ പോകാനുള്ള പരിപാടിയാണ് രാവിലെ. ഞാൻ അതിനകത്ത് ഉള്ളിയും മീൻസ് സവാളയും തക്കാളിയും 2 പച്ചമുളകോട് ഇട്ടിട്ടുണ്ടായിരുന്നേ. എരിവ് നല്ല കുറച്ച് മതി ഇവിടെ, അതുകൊണ്ട് 2 പച്ചമുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരല്പം മുളക് പൊടി അതിനകത്ത് ഇടും, എങ്കിലും ഒരുപാട് എരിവ് ഇവിടെ വേണ്ട. ആരും എരിവ് കഴിക്കുന്ന കൂട്ടത്തിലല്ല. ഗ്യാസ് കത്തിച്ച് കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇന്നലെ ഒന്നും കഴുകാൻ പറ്റാത്ത പാത്രങ്ങളുണ്ടായിരുന്നേ. പനി ആയതുകൊണ്ട് ഒന്നിനും വയ്യായിരുന്നു. പിന്നെ രാവിലെ ഞാൻ പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി വെച്ചിട്ട് ചായക്ക് അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ പാല് തിളപ്പിച്ചിട്ടാണ് ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ച് ചായ ഇട്ടതേ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്താണ് വയ്ക്കുന്നത്. പാലിപ്പം ഇന്നലെയൊന്നും ചായ ഇടാത്തത് കൊണ്ട് പാല് പിരിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് പാല് ചൂടാക്കി നോക്കിയതാണ്. അപ്പോഴത്തേനും പിരിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ അതിൽ വെള്ളം ഒഴിച്ച് ചായ ഇട്ടു. എല്ലാവർക്കും അത് ചെയ്യുന്നതായിരിക്കുമല്ലോ എല്ലായിടത്തും. ചായ കൂടി ഒരു ശീലമാണ്. രാവിലെ എഴുന്നേറ്റൊരു ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഇടയ്ക്ക് ഡയറ്റ് എടുത്ത സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വീണ്ടും ചായ കുടി എന്നാണോ തുടങ്ങിയത് അപ്പോഴത്തേനും വീണ്ടും ചായ കുടിക്കണം എന്നുള്ളൊരു ടെൻഡൻസി രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഉണ്ടാകും. എൻ്റെ ഗ്യാസ് അടുപ്പ് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പഴയതെടുത്ത് വീണ്ടും വച്ചേക്കുന്നത്. കടല വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് കടല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട്. അരച്ച് അതിലോട്ട് ചേർക്കുമ്പോൾ നല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും, വെള്ളം പോലെ ഇരിക്കില്ല. ഞാൻ പിന്നെ അങ്ങനെ അടിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്തു. ഒരുപാട് പേര് യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത്. ഞാൻ മല്ലിപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. കുടിക്കാനായിട്ട് തിളപ്പിച്ച വെള്ളവും ജഗ്ഗിലിരിപ്പുണ്ട്, അപ്പോൾ അതാണ് ഞാൻ അതിലോട്ട് ചേർത്തത്. ഇച്ചിരി വെള്ളം പോലെ ലൂസാക്കി എടുക്കാമെന്നുള്ള രീതിയിലാണ്. പാക്കറ്റ് ചപ്പാത്തിയാണ് വാങ്ങിയത്. ഈ ഒരുപാട് ചൂടൊക്കെ അടിച്ചപ്പോൾ എനിക്ക് വീണ്ടും വയ്യാതായി. ഞാൻ പിന്നെ റെസ്റ്റ് എടുത്തിട്ട് അവളാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തത്. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവളിപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. രാവിലെ മുട്ടായിയും വായിലിട്ടുകൊണ്ട് നിൽക്കുകയാണ് അവൾ. ചുമ്മാതെ പ്രസ് ചെയ്യുന്നതല്ല, കല്ല് ചൂടായി വരുന്നതിന് മുന്നേ അവൾ ചപ്പാത്തി എടുത്ത് അതിലിട്ടത് കൊണ്ടാണ് അത് പെട്ടെന്ന് പൊന്തി വരാത്തത്. ഇത് 2 3 ചപ്പാത്തിയാണ്. ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും അടുത്തിരുന്ന കടലക്കറി തിളച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് രാവിലെ 9 മണിക്കായിരുന്നു ട്യൂഷൻ. അപ്പോൾ അതിന് മുന്നേ 8:30 തൊട്ട് 9 മണിക്കകത്തുള്ള സമയത്തിലാണ് അവൾ എനിക്കിത് വന്ന് ചെയ്തു തന്നത്. തൊട്ടടുത്ത് തന്നെയാണ് അവൾ ട്യൂഷന് പോകുന്നത്. മുട്ട ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ നിൽക്കുമ്പോഴായിരിക്കും ഇവർ രാവിലെ മുട്ടയൊക്കെ കഴിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ സ്കൂളിൽ കൊണ്ടുപോകും. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഇവർക്ക് മുട്ടയൊക്കെ ആവശ്യമാണ്. ബുൾസ കഴിക്കുന്നവരുണ്ട്, പുഴുങ്ങി കഴിക്കുന്നവരുണ്ട്. ഇന്നിപ്പോൾ മാമൻ ഇവിടെ ഉള്ളതുകൊണ്ട് ബുൾസയാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ചപ്പാത്തിയും കടലക്കറിയും ബുൾസയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. ഞാനൊരു മുട്ട മാത്രം കുറച്ച് ഉള്ളി ഇട്ട് ഓംപ്ലേറ്റായിട്ട്
കഴിക്കുകയാണ് ചെയ്തത്. ഇത്രയും അവൾ പോയതിന് ശേഷമാണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഉള്ളിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോഴും സൗണ്ടൊന്നും എനിക്ക് ഓക്കെ ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മാക്സിമം അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് പോലെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ ഇന്നലെ മിക്സ് ചെയ്ത് വെച്ച നെല്ലിക്ക ഉണ്ടല്ലോ, ഉപ്പിലിട്ട് വെച്ചത്, ഉപ്പിലല്ല മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി അത് സെറ്റായിട്ടിരിക്കുവാണേ. അപ്പോഴത്തേനും രാവിലെ ചായ എന്തോ പൊങ്ങി വീണതാണ്. ഞാനത് കഴുകാനായിട്ട് എടുത്തിട്ടു. കുതിർന്നിട്ട് കഴുകി വെക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വാഷ് ബേസിനകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റത്ത് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അവിടെയൊന്നും ക്ലീൻ അല്ലാണ്ട് കിടക്കുന്നത്. തൂത്ത് വാരാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനവിടെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ടു. അവൾ വന്നിട്ട് തൂത്തുവാരിയോ അല്ലെങ്കിൽ ചേട്ടൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് എന്തായാലും തൊട്ടപ്പുറത്ത് എനിക്കൊരു എൻഗേജ്മെൻ്റ് അല്ല, ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ടായിരുന്നു. വയ്യെങ്കിലും മേക്കപ്പൊക്കെ ഇട്ട് കുളിച്ചിട്ടില്ല, മേല് കഴുകി ഇറങ്ങി. മേക്കപ്പ് എന്ന് പറയാൻ ഡ്രസ്സിട്ടു. ഞാൻ ഇപ്പോൾ റോഡിലാണ്, അതായത് ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാണാവുന്നതേ ഉള്ളൂ. റോഡ് വഴി അപ്പുറത്ത് പോകണം. എങ്കിൽ പോലും നമ്മുടെ അടുത്ത ആൾക്കാരല്ലേ, അപ്പം നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. ഞാൻ റെഡിയായി, ഞാൻ പോയി. നമ്മുടെ റോഡ് വഴിയാണ് ഈ പോകുന്നത്. ഈ താഴെ കാണുന്നതാണ് എൻ്റെ വീട്. ഈ റോഡ് കയറി വരണമെന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് പുറകു സൈഡിൽ നോക്കുമ്പോൾ ആ പറമ്പൊക്കെ കാണുന്നില്ലേ, അതാണത്. ആ പറമ്പിപ്പൊക്കെ ഞാൻ കാണിച്ചത്. ഇത് അവരെ വീട്ടിലോട്ട് കയറി പോകുന്ന വഴിയാണ്. വഴി നല്ല വണ്ടി കയറുന്ന വഴിയാണ്. പക്ഷേ ചെറിയൊരു സ്കൂട്ടർ മാത്രം പോയി ആ സ്ഥലം മാത്രം ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. ബാക്കി മുഴുവൻ പുല്ല് വളർന്ന് ഇപ്പോൾ തുളസി തറയല്ല, തുളസികൾ ഒരുപാട് വളർന്ന് നിൽപ്പുണ്ട്. ഇതാണ് ആൾ. മുഖം ഞാൻ കാണിക്കാം. ഇപ്പോൾ അവർ റെഡിയാക്കിയിട്ടേക്കുവാണ്, ആൾ വരുന്നു എന്ന് കരുതി. എല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് പേര്, അതായത് റിലേറ്റീവ്സ് കുറച്ച് പേര്, അപ്പുറത്തും ഇപ്പുറത്തുള്ള കുറച്ച് ആൾക്കാർ. അവളിത് റെഡി ആവുകയാണ്. ഇതെല്ലാവർക്കും കൊടുക്കാനായിട്ട് വാങ്ങി വെച്ചേക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. ഇതവളെ റെഡിയാക്കുകയാണ് ചേട്ടത്തി. അവൾ ചുരിദാറാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് മാറ്റി ധാവണി ആക്കിയിട്ടുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ആണ്, അവിടെ ഉള്ളതാണ്. കാണാൻ പറ്റുമെന്ന് എനിക്ക് ക്ലിയർ അല്ലല്ലേ, കാണാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ ഒരുപാടുണ്ട് കേട്ടോ. അതിനകത്ത് ചുമന്ന കളറാണ്, നല്ല മധുരമാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വന്നൊന്ന് മീനൊക്കെ ഒന്നെടുത്ത് ചൂടാക്കി. ഉച്ചയ്ക്ക് മാമ മാത്രമേ ഇവിടെ കഴിക്കാനുള്ളൂ, ബാക്കി ആരുമില്ല. ഞാൻ വീട്ടിലോട്ട് പോകുന്നുണ്ട്, അവിടെ നിന്നായിരിക്കും കഴിക്കുന്നത്. അടുപ്പത്താണ് ചോറ് വയ്ക്കുന്നത്. കരി പിടിച്ച് കിടക്കുകയാണ്, കാര്യം ചൂടായതുകൊണ്ടും. പിന്നെ വല്ലപ്പോഴും ഒരിക്കലാണ് അടുപ്പത്ത് ചോറ് വയ്ക്കുന്നത്. സമയമുള്ളതുപോലെ അവിടെ ക്ലീൻ ചെയ്തിടും. താഴത്തെ ഭാഗത്തു നിന്നും നമുക്ക് വിറക് വയ്ക്കാൻ പറ്റില്ല, ചെതൽ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വിറക് അവിടെ അത്രയും വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ശിവ ഇന്നലെ അവിടെ വന്ന് നിൽക്കുമായിരുന്നു, അവനെ വിളിക്കണം. വീട്ടിൽ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ശിവ ഇന്നലെ വന്നത്. എനിക്ക് പിന്നെ പനിയൂടെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അവനെ വിട്ടായിരുന്നു. ഞങ്ങൾ ഓടിച്ചെന്ന് അനിയത്തിയുടെ മോന് കാർത്തി എല്ലാം എടുത്ത് പൊക്കി. അപ്പോൾ ശിവയുടെ പിണക്കം കണ്ടോ, അവനെ എടുക്കാൻ പറ്റാത്തവനാണ്, പിണങ്ങിപ്പോയി. കാർത്തിയായിട്ട് കുറച്ച് നേരം നിന്ന് കളിച്ചിട്ട് അനിയത്തിയാണ് അവിടെ നിൽക്കുന്നത്. ഞങ്ങളൊന്ന് റോഡിലോട്ടൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. താഴോട്ടൊക്കെ ഇറങ്ങാനുള്ള പ്ലാനാണ്. അമ്മ അവിടെ ഇല്ല എന്നാട്ടോ, അമ്മ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയേക്കാണ്. അപ്പോൾ ഞങ്ങൾ താഴോട്ടൊന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. എൻ്റെ അടുത്താണ്, എൻ്റെ 5 ഫ്രണ്ട്സിൽ ഒരാളുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവൾ പുതിയ വീട് വെച്ച് കയറിയിട്ട് കുറച്ച് നാളായുള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കുട്ടി പട്ടാളംസ് എല്ലാം അവിടെ ഉണ്ട്. ഞാൻ കുറച്ച് നേരം അവളുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട്, വല്ലപ്പോഴും എനിക്ക് കാണുന്നതല്ലേ, ഇവളെ ഞാൻ ഏറ്റവും കൂടുതൽ കാണും കേട്ടോ. കാര്യം അടുത്തായതുകൊണ്ട് വല്ലപ്പോഴും ഒരിക്കൽ ആ കൂട്ടത്തിൽ ഏറ്റവും അധികം കാണുന്ന ഇവളെയാണ് ഞാൻ. ഞങ്ങൾ റോഡിലൊക്കെ നടന്ന് തിരിച്ച് കയറി. അനിയത്തിയും ഹസ്ബൻഡും പിള്ളേരുമാണ് റോഡിലൊക്കെ നിന്നാണ് കളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വലിയ വണ്ടികളൊന്നും വരത്തില്ല അവിടെ. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ഓപ്പൺ ടെറസിൽ അവിടെയാണ് ഞങ്ങൾ തുണികൾ വിരിക്കുന്നതും വാഷിംഗ് മെഷീൻ വച്ചേക്കുന്നതും ഒക്കെ.
അപ്പോൾ അവിടെ ചവറെല്ലാം ആയി കിടപ്പുണ്ട്. തുണികൾ ഒരുപാട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് വന്നത്. കൈകൊണ്ട് കഴുകാവുന്നതെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. യൂണിഫോമും കാര്യങ്ങളും എല്ലാം കഴുകിയിടും, കല്ലിൽ തന്നെ കഴുകിയിടും. ഇങ്ങനെയുള്ള കുറച്ച് തുണികൾ എടുത്തിടും. എനിക്ക് തുണികളെടുത്ത് വിരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ റെസ്റ്റ് എടുത്തു. അവൾ തന്നെ അങ്ങ് വിരിച്ചു.